ലൈറ്റ് വെയ്റ്റ് ഡിവിഷനിൽ UFC ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫൈറ്റാണ് ഇസ്ലാം ആഷ വേഴ്സസ് ഇലിയ ടൊപ്പൂരിയ. ലൈറ്റ് വെയ്റ്റ് ഡിവിഷനിലെന്നല്ല, UFC ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു ഇവൻ്റായിട്ട് മാറാൻ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഒരു ഫൈറ്റാണ് ഇസ്ലാം ആഷ വേഴ്സസ് ഇലിയ ടൊപ്പൂരിയ. ഒരുപാട് പേര് ഇതിനെ കോണർ വേഴ്സസ് കവി 2 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫോർ മീ ഇത് കോണർ വേഴ്സസ് കവി 2 എന്നതിനേക്കാളും കോണർ വേഴ്സസ് കവീവിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ മഹാഷേവനെ നോക്കിയാൽ ഖബീബിൻ്റെ ഒരു ബെറ്റർ വേർഷനാണ്. അതായത് ഗ്രാപ്ലിംഗ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഖബീബിൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് മഹാഷേവ്. ഇലിയ ടൊപ്പൂരിയ ആണെങ്കിൽ കോണറിൻ്റെ വേ ബെറ്റർ വേർഷനാണ്. അതായത് ഒരു കംപ്ലീറ്റ് വേർഷനാണ് ഇലിയ ടൊപ്പൂരിയ വിത്ത് കോണറിൻ്റെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൈലിസ്റ്റിക്കലി അല്ലെങ്കിൽ എല്ലാം കൊണ്ടും കവി വേഴ്സസ് കോണറിനേക്കാളും വലിയൊരു ഫൈറ്റ് ആയിരിക്കും ഇസ്ലാം ആഷ വേഴ്സസ് ഇലിയ ടൊപ്പൂരിയ. പിന്നെ ഈ ഒരു ഫൈറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് എങ്ങനെയാണ് തുടങ്ങിയെന്ന് വെച്ചാൽ ഇലിയ കോൾ ഔട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മഹാഷേവ് ഡിവിഷൻ ഏറെക്കുറെ ക്ലിയർ ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതായത് 5 ടൈറ്റിൽസുമായിട്ട് ഇനി മഹാഷേവിന് ലൈറ്റ് വെയ്റ്റിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ആരുമില്ല. അർമാൻ സരൂഖിയൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു പുൾ ഔട്ടിനെ തുടർന്ന് ഇനി അടുത്ത ചാൻസ് എന്തായാലും അർമാനെ കിട്ടത്തില്ല. അങ്ങനെ ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു മേജർ ത്രെറ്റ് ഒന്നും ആരില്ലാത്ത രീതിയിൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുകയാണ് മഹാഷേവ്. എന്നാൽ ഇലിയയുടെ കാര്യമാണെങ്കിൽ ബാക്ക് ടു ബാക്ക് 2 ലെജൻസിനെ നോക്കൗട്ട് ചെയ്തിട്ട്, അതായത് വോൾക്കനോസ്കിയും മാക്സ് ഹോളോയും, നമ്മളൊരിക്കലും വീഡിയോയിൽ നിന്ന് കരുതിയിരുന്ന മാക്സ് ഹോളോയെ നോക്കൗട്ട് ചെയ്തിട്ട്, അതും അവരുടെ പ്രൈമിൽ തന്നെ നോക്കൗട്ട് ചെയ്തിട്ട് ഫെദർ വെയ്റ്റ് കിങ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇലിയ ടൊപ്പൂരിയ. അങ്ങനെ ഇലിയ ടൊപ്പൂരിയ കയറി മഹാഷേവിനെ ചലഞ്ച് ചെയ്യുന്നു ലൈറ്റ് വെയ്റ്റിൽ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെ പക്ഷേ മഹാഷേവ് വലിയൊരു മൈൻഡ് കൊടുത്തിട്ടില്ല. മഹാഷേവിന് 2 ബെൽറ്റ് വേണമെന്നുണ്ട്. എന്തായാലും ഈ ഫെദർ വെയ്റ്റിലോട്ടൊന്നും വന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാഷേവ് ഡിവിഷൻ മേലോട്ട് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇലിയ ടൊപ്പൂരിയ ഇതിൽ മഹാഷേവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ നടക്കുന്നുണ്ട്. മഹാഷേവ് വലിയ കാര്യത്തിൽ മൈൻഡ് കൊടുത്തിട്ടില്ല. ഇലിയ ടൊപ്പൂരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇലിയ ടൊപ്പൂരിക്ക് ഒരു ഏർലി റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് ഒരു 10-30 ആകുമ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നേരത്തെ റിട്ടയർ ആവണമെന്നൊരു പ്ലാൻ ഉണ്ട് പുള്ളിക്ക്. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ കരിയർ ഒന്ന് സ്പീഡ് റൺ ചെയ്തിട്ട് മാക്സിമം അച്ചീവ്മെൻറ്റ്സ് അൺലോക്ക് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇലിയ ടൊപ്പൂരിയ എന്നാൾ പറയുന്നതായിട്ട് 3 ഡിവിഷനിലെ ബെൽറ്റ് ഇലിയ ടൊപ്പൂരിയ എടുക്കുന്നത്. അതായത് ഫെദർ വെയ്റ്റ്, ലൈറ്റ് വെയ്റ്റ്, വെൽട്ടർ വെയ്റ്റ്. വെൽട്ടർ വെയ്റ്റ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല, ഞാൻ വേറെ സൈസൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇലിയ ടൊപ്പൂരിയ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ അതിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ഒരു ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. അതായത് മഹാഷേവും ഇലിയ ടൊപ്പൂരിയും എൻ്റെ ടോപ്പ് 2 ഫേവറേറ്റ്സ് ആണ്. UFC എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരാണ്. അതായത് ആക്റ്റീവ് ഫൈറ്റേഴ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരാണ് മഹാഷേവും ടൊപ്പൂരിയും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇന്നാൾ ജയിക്കണം തോക്കണം, അതായത് 2 പേര് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എന്തായാലും തോക്കുമല്ലോ. ഇപ്പം ഡിസിഷനിലോട്ടൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ടൊപ്പൂരിയ സബ്മിറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മഹാഷേവ് KO ചെയ്യപ്പെടും. എന്തായാലും അവിടെ ഒരു ഡ്രോ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എനിക്ക് ഇന്നാൾ ജയിക്കണം ഇന്നാൾ തോക്കണം എന്ന് എനിക്ക് പറയാനൊരു മടി. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഫേവറേറ്റ് ഒന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ആകെ നോക്കാം പോസിബിലിറ്റീസ് എങ്ങനെയൊക്കെയാണ്, അതായത് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെയായിരിക്കും ജയിക്കാൻ പോകുന്നത്, ആർക്കാണ് പോസിബിലിറ്റീസ് കൂടുതലുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇലിയ ടൊപ്പൂരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇലിയ ടൊപ്പൂരിയ ഒരു ഹ്യൂജ് ഫെദർ വെയ്റ്റ് ഒന്നും അല്ല, ഒരു സാധാ സൈസിലുള്ള ഫെദർ വെയ്റ്റ് ആണ്. എന്നാൽ മഹാഷേവിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ഹ്യൂജ് ലൈറ്റ് വെയ്റ്റ് ഒന്നും മാത്രമല്ല, ഒരു നാച്ചുറൽ വെൽട്ടർ വെയ്റ്റ് ആണ്. എന്നാൽ ഒരു ചെറിയൊരു മിഡിൽ വെയ്റ്റ് സൈസുള്ള ആളാണ്. ആ ലെവല് സൈസും സ്ട്രെങ്തും ഉള്ള ആളാണ് മഹാഷേവ്. അന്നേരം ഇലിയ ടൊപ്പൂരിയ മഹാഷേവും കൂടെ ഗ്രാപ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആരായിരിക്കും ജയിക്കുന്നത്? ഇലിയ ടൊപ്പൂരിയ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആൾ താനായിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ റിയലിസ്റ്റിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കേ. ബ്രൈസ് മിച്ചലും ഇലിയ ടൊപ്പൂരിയുള്ള ഫൈറ്റിൽ തന്നെ ബ്രൈസ് മിച്ചലിൻ്റെ ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല സക്സസ് ഉണ്ടായിരുന്നു. അതായത് ഇലിയ ടൊപ്പൂരിയ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റി, ഗ്രൗണ്ടിൽ കുറേയൊക്കെ പറ്റി. പക്ഷേ ഇലിയ ടൊപ്പൂരിയ തിരിച്ചു വന്ന് ഔട്ട് റസൽ ചെയ്ത് ബ്രൈസ് മിച്ചലിനെ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ എന്നാലും ബ്രൈസ് മിച്ചലിന് ഏർലി ഗ്രൗണ്ട്സിൽ കുറേയൊക്കെ സക്സസ് ഉണ്ടായിരുന്നു. അതായത് അതിന് പകരം മഹാഷേവ് വരുന്നത് എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബ്രൈസ് മിച്ചലിനേക്കാളും വേ സ്ട്രോങ്ങർ ആളാണ് മഹാഷേവ്. അതായത് മഹാഷേവ് ഇലിയ ടൊപ്പൂരിയ കൂടെ ഗ്രാപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ മഹാഷേവിനായിരിക്കും സക്സസ് ഉണ്ടായിരിക്കുക, സബ്മിറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇലിയ ടൊപ്പൂരിയ ഗ്രൗണ്ടിൽ മഹാഷേവിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും മഹാഷേവ് ഒട്ടും മോശം സ്ട്രൈക്കറൊന്നുമല്ല. നമുക്കറിയാമല്ലോ മഹാഷേവ് ഇഷ്ടമുള്ള രീതിയിൽ ആൾക്കാരെ തീർക്കും. അതുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുകയാണെങ്കിൽ ഇലിയ ടൊപ്പൂരിയക്ക് വലിയൊരു സക്സസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു ഫൈറ്റ് ശരിക്കും നിർണായകമാകാൻ പോകുന്നത് സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്കിങ്ങിലായിരിക്കും. അതായത് ഇലിയ ടൊപ്പൂരിയ ഗ്രൗണ്ടിൽ ഒട്ടും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു ബ്രൈസ് മിച്ചൽ ഫൈറ്റിന് ശേഷം എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്ന് വെച്ച് ഇലിയ ടൊപ്പൂരിയ മോശം റെസ്ലർ ആണെന്നോ അങ്ങനെയൊന്നും അല്ല. ഇലിയ ടൊപ്പൂരിയയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ പല സ്റ്റൈൽസ് പഠിച്ചിട്ടാണ് വരുന്നത്. അതായത് ഇപ്പം റെസ്ലിംഗ് പഠിച്ചിട്ടുണ്ട്, BJJ പഠിച്ചിട്ടുണ്ട്, ജൂഡോ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ട് സ്കിൽസ് എല്ലാം ഇലിയ ടൊപ്പൂരിയക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ മഹാഷേവിൻ്റെ സ്ട്രെങ്തിനെ ഔട്ട് മാച്ച് ചെയ്യാൻ ഇലിയ ടൊപ്പൂരിയക്ക് പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മഹാഷേവിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, സൈസിൻ്റെയും സ്ട്രെങ്തിൻ്റെ അഡ്വാൻറ്റേജ് മഹാഷേവിന് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാഷേവിനെ ഇലിയ ടൊപ്പൂരിയക്ക് ഔട്ട് ഗ്രാപ്പിൾ ചെയ്യാനോ സബ്മിറ്റ് ചെയ്യാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഇലിയ ടൊപ്പൂരിയക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാൽ മഹാഷേവ് ഒട്ടും മോശം സ്ട്രൈക്കറല്ല,
മഹാഷേവൻ ഡസ്റ്റിൻ പോറിയറിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്ത ആളാണ്. വോൾക്കനോസ്കിയെ ഹെഡ് കിക്ക് ചെയ്ത് കെയോ ചെയ്ത ആളാണ്. മഹാഷേവൻ്റെ സ്ട്രൈക്കിങ് വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ സ്ട്രൈക്കിങ്ങിൽ ഇലിയ ടൊപ്പൂരിയയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇലിയ ടൊപ്പൂരിയെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലേ ഇപ്പം ആരെങ്കിലും വിചാരിക്കും ഇലിയ ടൊപ്പൂരി ഒരു റെസ്ലറാണെന്ന്. ഒരു പ്രോപ്പർ ബോക്സർ അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇലിയ ടൊപ്പൂരിയ ഫൈറ്റ് ചെയ്യുന്നത്. ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, ആ രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹെഡ് മൂവ്മെൻറ്റും സ്ട്രൈക്കിങ്ങും എല്ലാം ആ രീതിയിലാണ്. കിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ ഇലിയ ടൊപ്പൂരിയ കിക്സ് യൂസ് ചെയ്യാറുള്ളൂ. അതും ഹൈ കിക്കൊന്നും അങ്ങനെ ത്രോ ചെയ്യുന്ന കാണത്തില്ല, ലോ കിക്ക് അടിച്ച് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലിയ ടൊപ്പൂരിയ വളരെ പ്രാക്ടിക്കലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്കിങ്ങിൽ ഇപ്പം മഹാഷേവന് റീച്ച് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പോക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇലിയ ടൊപ്പൂരിയ എന്തുമാത്രം ഡേഞ്ചറസ് ആണെന്ന്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, മഹാഷേവ് അത്രയും കെയർഫുള്ളായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോൾക്കനോസ്കി ആയിട്ടുള്ള ഫൈറ്റിൽ തന്നെ വോൾക്കനോസ്കി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ഭീകര കെയോ പവറോ കാര്യങ്ങളോ ഉള്ള ആളൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും വോൾക്കനോസ്കിയുടെ പവറിനെ റെസ്പെക്ട് ചെയ്ത് ആ രീതിയിലാണ് മഹാഷേവ് ഫൈറ്റ് ചെയ്യുന്നത്. അത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ട് വളരെ സേഫായിട്ടാണ് മഹാഷേവ് ഫൈറ്റ് ചെയ്യുന്നത്. ബട്ട് എന്നിട്ട് പോലും വോൾക്കനോസ്കിയുടെ പഞ്ചസ് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഏർലി റൗണ്ട്സിൽ തന്നെ ചെറുതായിട്ട് മഹാഷേവ് വോബിളാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അത് ഇവിടെ ഒരു നിർണായകമായിരിക്കും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇലിയ ടൊപ്പൂരിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇലിയ ടൊപ്പൂരി ഹെവി ഹിറ്ററാണ്. ഓരോ ഹിറ്റിലും കെയോ കണ്ടെത്താനാണ് ഇലിയ ടൊപ്പൂരിയ നോക്കുന്നത്. അതായത് മഹാഷേവോട് സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മഹാഷേവൻ അത്യാവശ്യം വോബിൾ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതായത് അത്ര വലിയ ഹാർഡ് ചിഹ്നോ കാര്യങ്ങളൊന്നുമില്ല. ഇലിയയുടെ ഹിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചിഹ്നമുണ്ടോ ചിഹ്നില്ല എന്നുള്ളതൊരു മാറ്റർ ആവുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. അതായത് മാക്സോളോയൊക്കെ ഇടിച്ച് ഔട്ടാക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ മാർവിൻ വെറ്റോറിയോ അല്ലെങ്കിൽ ചിറ്റോ വരെ വേണമെങ്കിലും ഇടിച്ചിടാൻ പറ്റുന്ന ആരോഗ്യം അല്ലെങ്കിൽ ആ ഒരു നോക്കൗട്ട് പവർ ഇലിയൊക്കെ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചിഹ്ന ഒരു മാറ്ററായിട്ട് വരുന്നേ ഇല്ല. അതിന് പഞ്ച് കണക്ട് ആയി കഴിഞ്ഞാൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്, എസ്പെഷ്യലി മഹാഷേവിന് ചിഹ്ന കുറവുള്ള സ്ഥിതിക്ക്. അന്നേരം സ്ട്രൈക്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ മഹാഷേവ് നോക്കൗട്ട് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഗ്രൗണ്ടിലോട്ട് പോകുകയാണെങ്കിൽ മഹാഷേവിന് സക്സസ് ആണ്. ഇപ്പം ഇത്രയും സ്ട്രെങ്ത് ഉള്ള വോൾക്കനോസ്കി പോലും ഇപ്പം മഹാഷേവിനെ ഇപ്പം ആ ഒരു സ്ട്രെങ്തിന് മുമ്പ് മാച്ച് ചെയ്യാൻ പറ്റാതെ നമ്മൾ കണ്ടതാണ്. അപ്പം എസ്പെഷ്യലി ബാക്കൊക്കെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കിടക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ അത്ര സ്ട്രെങ്ത് ഉള്ള ആളാണ് മഹാഷേവ്. പക്ഷേ ഇവിടെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോകാതെ ഇലിയക്ക് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇലിയ സക്സസ്ഫുൾ ആയിരിക്കും. ഇലിയ മറക്കരുത് ഗ്രെക്കോ റോമൻ റെസ്ലറാണ്. ഓക്കെ, അത് തിരിച്ച് മഹാഷേവിനെ ഔട്ട് ഗ്രാപ്പിൾ ചെയ്യാനോ ഔട്ട് റെസ്ൽ ചെയ്യാനോ നോക്കണ്ട. പക്ഷേ ഈ ടേക്ക് ഡൗൺസ് ഡിഫെൻഡ് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം നോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇലിയ ടൊപ്പൂരിയ ഏറെക്കൊരു 50% സക്സസ് ആയി. ഓക്കെ, അതിന് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കിങ്ങിലായിട്ട് പോയി കഴിഞ്ഞാൽ ഇലിയ ടൊപ്പൂരിയ ഞാൻ ടൊപ്പൂരിയെക്കുറിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ടൊപ്പൂരിയുടെ എല്ലാ ഫൈറ്റ്സും എടുത്ത് നോക്കണം. അതായത് എല്ലാ ഫൈറ്റ്സും നിങ്ങൾ നോക്കണം. അതായത് ഒരു ഫൈറ്റിനൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ഫൈറ്റിൽ ആ വീക്ക്നെസ് കാണത്തില്ല. ആ രീതിയിലായിരിക്കും ഇലിയ ടൊപ്പൂരിയ ഇവോൾവ് ചെയ്ത് വരുന്നത്. ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും ഓരോ പോയിന്റ് പഠിച്ച് ആ ഒരു പെർഫെക്റ്റ് ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇലിയ ടൊപ്പൂരിയ. ഇപ്പം നമ്മൾ മറ്റേ എന്തൊരു സ്ഥലമായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു ഫൈറ്റ് ഉണ്ട്, അത് ഇലിയ ടൊപ്പൂരിയ ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ആയിരുന്നു. അതായത് ഒരു കോവിഡൊക്കെ വന്ന ശേഷമുള്ളൊരു ഫൈറ്റ് ആയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഒരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫൈറ്റിൽ ഇലിയ ടൊപ്പൂരിയ ആദ്യമേ റെസ്ലിംഗ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മറിക്കുന്നതാണ്. പക്ഷേ ലേറ്റർ റൗണ്ട്സ് ആയപ്പോഴത്തേക്ക് ഇലിയ ടൊപ്പൂരിയ കുഴഞ്ഞു. ഓക്കെ, അതിന് അവസാനം വല്ല വിധേന ഇലിയ ടൊപ്പൂരിയ രക്ഷപ്പെട്ടതാണ്, ആ ഒരു കാർഡിയോ ഇഷ്യൂ ഉള്ളത് കാരണം. പക്ഷേ പിന്നീട് വന്ന ഫൈറ്റ്സിൽ ആ ഒരു കാർഡിയോ നമുക്ക് ഇഷ്യൂ ആയിട്ടേ തോന്നിയില്ല. എസ്പെഷ്യലി ആ ജോഷ മെറ്റുള്ള ഫൈറ്റിൽ 5 റൗണ്ട് ഒരേ സ്പീഡിലാണ് ഇലിയ ടൊപ്പൂരിയ പോയത്. ഓക്കെ, അന്നേരം കാർഡിയോ അഡ്രസ്സ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോപ്പർ യൂസ് ആണ്. അതായത് ആദ്യമേ ഈ റെസ്ൽ ചെയ്ത് എനർജി കളയാതിരിക്കുക, പകരം സ്ട്രൈക്ക് ചെയ്യുക, ഈ രീതിയിലാണ്. അന്നേരം ഓരോ ഇഷ്യൂ ഇലിയ ടൊപ്പൂരിയയ്ക്ക് ഓരോ ഫൈറ്റിൽ ഓരോ ഇഷ്യൂ ഉണ്ടെങ്കിൽ അടുത്ത ഫൈറ്റിൽ അത് അഡ്രസ്സ് ചെയ്തായിരിക്കും വരുന്നത്. അത്ര സ്പീഡിൽ ലേൺ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താണ് ഇലിയ ടൊപ്പൂരിയ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇലിയ ടൊപ്പൂരിയയുടെ കരിയറിൽ 2 വട്ടം ഇതുപോലെ കെയോ ആയിട്ട് വീഴാൻ പോയിട്ടുണ്ട്. ഒരെണ്ണം ജയ് ഹെർബർട്ടുള്ള ഫൈറ്റിൽ, അതിന് മുമ്പ് ഒരു ഫൈറ്റിൽ ഇതുപോലെ വീഴാൻ പോയിട്ടുണ്ട്. അത് കറക്റ്റ് ഞാൻ പേര് ഓർക്കുന്നില്ല ആരാണെന്ന്. പക്ഷേ ഇതുപോലെ തന്നെ ഒന്ന് വോബിളായിട്ടുണ്ട്. പക്ഷേ അവിടെയും ഇലിയ ടൊപ്പൂരിയ തിരിച്ചു പോയി സബ്മിറ്റ് ചെയ്ത് ജയിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ജയ് ഹെർബർട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹെഡ് കിക്കിൽ ഇലിയ ടൊപ്പൂരിയ വീണു. പക്ഷേ ഇലിയ ടൊപ്പൂരിയ പിന്നെയും കയറി തിരിച്ച് റെസ്ൽ ചെയ്യാൻ പോയി, തിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കെയോ ചെയ്തു. ഓക്കെ, അതിന് ഇലിയ ടൊപ്പൂരിയക്ക് അത്യാവശ്യം നല്ല ചിഹ്നമുണ്ട്. നമ്മൾ ഇരി പ്രൊഹാസ്കയുടെ കാര്യം പറയുന്ന പോലെ ഇല്ല, ഇടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല സോമ്പിലോട്ട് കയറി വരത്തില്ല. അതുപോലെ തന്നെ അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് കോൾഡായിട്ട് വീഴത്തില്ല. ഇലിയ ടൊപ്പൂരിയക്ക് അത്യാവശ്യം നല്ല ചിഹ്നമുണ്ട്. അതിന് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയ ടൊപ്പൂരിയ തൻ്റെ കരിയറിൽ 2 വട്ടം ഇതുപോലെ ഒന്ന് വോബിളായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇലിയ ടൊപ്പൂരിയ ഭയങ്കര രീതിയിൽ ഡിഫൻസ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം മഹാഷേവ് വേഴ്സസ് വോൾക്കനോസ്കി ഫൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മഹാഷേവ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഫൈറ്റ് 2ൻ്റെ കാര്യമാണ് പറയുന്നത്. മഹാഷേവ് വേഴ്സസ് വോൾക്കനോസ്കി 2 ഫൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബോഡി കിക്ക് ചെയ്ത് വോൾക്കനോസ്കി ഗാർഡ് താക്കുന്നതാണ്. അതായത് ഫേസിലോട്ട് ഇങ്ങനെ കൈ വെക്കും, അത് കഴിഞ്ഞിട്ട് ബോഡി കിക്ക് ചെയ്യാൻ നേരത്ത് കൈ താക്കും. അങ്ങനെ ഒരു ഓപ്പണിംഗ് കണ്ടിട്ടാണ് മഹാഷേവ് അവസാനം ഹെഡ് കിക്ക് ചെയ്തിട്ട് നോക്കൗട്ട് ചെയ്തത്. പക്ഷേ ഇലിയയുടെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ആ ഒരു ബോക്സർ ഡിഫൻസിൽ ഇലിയ നന്നായിട്ട് നിൽക്കും. ഇലിയയുടെ കൈക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതായത് അല്ലെങ്കിൽ ആ ടോർസോ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം സൈഡ് ഇങ്ങനെ പിടിച്ചിങ്ങനെ വെക്കുമ്പോഴത്തേക്ക്, അതായത് ആ ഗാർഡ് വെക്കുമ്പോഴത്തേക്ക്
ഞാൻ ഇവിടുന്ന് കൈ കാണിക്കും ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഫോട്ടോ കാണിക്കാം. അതായത് ഗാർഡ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഫേസും കവർ ചെയ്യും, ഫേസിൻ്റെ സൈഡും കവർ ചെയ്യും, അതുപോലെ തന്നെ ബോഡിയും കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ഗാർഡിലാണ് നിൽക്കുന്നത്. ഇലിയട്ട് പോരി ഒന്നിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇപ്പം ഏത് കിക്കാണെങ്കിലും ഹെഡിലും കൊള്ളില്ല ബോഡിയിലും കൊള്ളില്ല, ആ രീതിയിൽ ഗാർഡ് ചെയ്താണ് ഇലിയ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇപ്പം വോൾക്കനോസ്കി ഫൈറ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ മഹാഷേവ് എന്തിന് കേബിളാണെന്ന് ആൾക്കാർക്ക് അറിയാം. അതായത് ഇപ്പോൾ ഓരോ ഹൈ ലെവൽ ഫൈറ്റ് കഴിയുമ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലേ, അല്ലെ അവൻ ഇതിനും കേബിളാണല്ലേ എന്ന് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു വോൾക്കനോസ്കി ഫൈറ്റ് കഴിഞ്ഞ ശേഷം മഹാഷേവ് എന്തിന് കേബിളാണെന്ന്, ഇപ്പം ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്ട്രൈക്കിങ് ഹെഡ് കിക്ക് ഏത് രീതിയിലും മഹാഷേവ് കേബിളാണെന്ന് ഇലിയക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അത്രയും ഡിഫൻസിലായിരിക്കും ഇലിയ നിൽക്കുന്നത്. അതിന് ഇലിയ കഴിവതും ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തിട്ട് ആ ഒരു പോക്കറ്റ് റേഞ്ച് ഫൈറ്റ് ചെയ്യാനായിരിക്കും ഇലിയ നോക്കുന്നത്. പക്ഷേ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് മഹാഷേവിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ചിനകത്ത് കയറി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലിയെ തോപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇലിയയുടെ സ്ട്രൈക്ക് ആക്യുറസി ആണെങ്കിലും പഞ്ചിങ് പവർ ആണെങ്കിലും ഫുൾ ഫോഴ്സിൽ അടിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വോൾക്കനോസ്കിയുടെ പഞ്ചസ് ഒരുപാട് കണക്റ്റ് ആയിട്ടുണ്ട്, ഇസ്ലാം വോബിൾ ആയിട്ടുണ്ട്. പക്ഷേ അത് ഇലിയ ടപ്പറുടെ ഹിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വീണേനെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എനിക്ക് തോന്നുന്നത് മഹാഷേവനാണെന്നാണ്. അതായത് ഗ്രൗണ്ടിൽ പോയില്ലെങ്കിൽ, ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ മഹാഷേവന് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എണീറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലിയ ടപ്പൂരിയയ്ക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഫൈറ്റ് നടക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് രണ്ടുപേരും ഭയങ്കര ഫേവറേറ്റ് ആണ്. മാത്രമല്ല ആ ഒരു മഹാഷേവ് ആ ഒരു ലെഗസിയെ തൊടാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. ഓക്കെ, അതായത് ആ ഒരു വിൻ സ്ട്രീക്കിൻ്റെ കാര്യത്തിൽ 2 വിന്നോടായി കഴിഞ്ഞാൽ ആൻഡേഴ്സൺ സിൽവയുടെ റെക്കോർഡ് പൊട്ടിച്ചിട്ട് ആ ഒരു ഗോഡ് ലെവലിലേക്ക് വരും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു 2 വിൻ എസ്പെഷ്യലി അതൊരു ഹയർ വെയ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ നേരെ ഒരു ടോപ്പ് 3 ഗോട്ടായിട്ട്, അതായത് ഇപ്പം എൻ്റെ ഒരു ഗോഡ് ലിസ്റ്റ് പറയുകയാണെങ്കിൽ ജോൺ ജോൺസ്, GSP, അത് കഴിഞ്ഞിട്ട് മഹാഷേവ് അവിടെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും വരത്തുള്ളൂ. ഓക്കെ, അതൊരു പെർമനൻ്റ്ലി അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഇപ്പം GSPയുടെ ടൈറ്റിൽ വിൻ റെക്കോർഡൊന്നും മഹാഷേവിന് പൊട്ടിക്കാൻ പറ്റില്ല. ബട്ട് ഈ ഒരു ലെഗസി പെർമനൻ്റ്ലി സെറ്റ്, അതായത് ടോപ്പ് 3 ഗോട്ടായിട്ട് മഹാഷേവിനോട്ട് ഇരിക്കാൻ പറ്റും. അതായത് അത്രയും ക്ലോസ് ആണ് മഹാഷേവ്. അന്നേരം ഈ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മഹാഷേവിന് കുറച്ച് റിസ്ക് ഉള്ള ഫൈറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹാഷേവിന് ഇതൊരു ലൂസ് സിറ്റുവേഷനാണ്. അതായത് ഈ ഒരു ഫൈറ്റ് ചിലപ്പോൾ മഹാഷേവ് അക്സെപ്റ്റ് ചെയ്തിരിക്കും. പക്ഷേ മഹാഷേവ് ഈ ഒരു ഫൈറ്റ് ജയിച്ചെന്ന് കരുതിയിട്ട് വലിയൊരു ഗെയിനൊന്നും ഉണ്ടാക്കുന്നില്ല. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇലിയ ടപ്പൂരി ഇപ്പോൾ എന്തുമാത്രം വലിയ ത്രെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. മഹാഷേവിൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ത്രെറ്റ് തന്നെയാണ് ഇലിയ ടപ്പൂരി ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഇലിയ ടപ്പൂരി മഹാഷേവ് ഡിഫീറ്റ് ചെയ്യാമെന്ന് വെച്ചോ, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരത് മറക്കും. അതായത് ഇലിയ ടപ്പൂരി എന്തുമാത്രം വലിയൊരു ത്രെറ്റായിരുന്ന ആൾക്കാർ മറക്കും. മാത്രമല്ല വീണ്ടും മഹാഷേവ് ഒരു ഫെദർ വെയ്റ്റിനെ പോയി തോപ്പിച്ച് ടൈറ്റിൽ ഡിഫെൻസ് ചെയ്യുന്നൊരു പേര് വരും. അതായത് ഇപ്പോൾ മഹാഷേവ് ആർക്കെതിരെയാണ് ടൈറ്റിൽ ജയിച്ചേക്കുന്നത്? ചാൾസ് ഒലിവേര ലെജിറ്റ് വിന്നാണ്. അതായത് ചാൾസ് ഒലിവേര ഇപ്പോൾ ഒരു UFC ലൈറ്റ് വെയ്റ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ഗോട്ട് ലിസ്റ്റിൽ ഒരു 3rd വരുന്ന ആളാണ് മഹാഷേവ്, ഖബീബ്, അത് കഴിഞ്ഞിട്ട് ഒലിവേര. ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ് ഒലിവേര. അതുകൊണ്ട് തന്നെ ഒലിവേര കിടിലം വിന്നാണ്. ബട്ട് അത് കഴിഞ്ഞ് വരുന്നേക്കുന്ന ആരൊക്കെയാണ്? വോൾക്കനോസ്കി 2 വട്ടം. വോൾക്കനോസ്കി എന്തുമാത്രം വലിയ ത്രെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ എഗെയിൻ കുറേ വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും അതൊരു ഫെദർ വെയ്റ്റ് ലൈറ്റ് വെയ്റ്റിലോട്ട് കയറി വന്ന് കയറി തോപ്പിച്ചാണെന്ന് പറയും. അതായത് 2 വട്ടം ഇസ്ലാം ജയിച്ചെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ഫൈറ്റൊക്കെ അത്രയും കോമ്പറ്റീറ്റീവ് ആയിരുന്നെങ്കിൽ പോലും ആൾക്കാർ പറയും അതൊരു ലെസർ വെയ്റ്റ് ക്ലാസ് ഒപ്പോണൻറ്റിനെയാണ് തോപ്പിച്ചതെന്ന് പറയും. പിന്നെ ആരാണ് ഫൈറ്റ് ചെയ്തേക്കുന്നത്? ഡസ്റ്റിൻ പോരിയർ പ്രൈമിൽ പോലുമല്ല. ഓരോ ഫൈറ്റും റിട്ടയർമെൻറ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡസ്റ്റിൻ പോരിയർ ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ പോരിയർ നല്ലൊരു ഫൈറ്റ് കൊടുത്തെങ്കിൽ പോലും ആ ഒരു ഡസ്റ്റിൻ പോരിയർ ഒരു പ്രൈം ആണെന്നോ അല്ലെങ്കിൽ അതൊരു അത്രയൊരു കോമ്പറ്റീറ്റീവ് ഫൈറ്റാണ് നമ്മൾ ആരെങ്കിലും കരുതി ആ ഫൈറ്റ് അത്രയും ദൂരമൊക്കെ പോകുന്നു ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ പോരിയർ അത്രയൊരു പ്രൈമിൽ നിൽക്കുന്ന പീരീഡൊന്നും ആയിരുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ മൊയ്ക്കാനോ, അർമാൻ സറൂഖിനായിരുന്നു ഇസ്ലാം മഹാഷേവ് അത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ അർമാൻ സറൂഖിൻ പുൾ ഔട്ട് ചെയ്ത് പകരം മൊയ്ക്കാനോ വന്നു. ഓക്കെ, മൊയ്ക്കാനോ മഹാഷേവിനൊരു ത്രെറ്റേ അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു, നിസ്സാരമായിട്ട് തീർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാഷേവിൻ്റെ ടൈറ്റിൽ റണ്ണിന് ചെറിയൊരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇമ്പ്രസീവ് ഒപ്പോണൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ കുറവാണ്, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ വീണ്ടും ഇലിയ ടപ്പൂരി കയറി വന്ന് ഇലിയ ടപ്പൂരി തോപ്പിച്ച് കഴിഞ്ഞാൽ പോലും കുറേ കഴിയുമ്പോഴത്തെ ആൾക്കാർ മറക്കും ഇലിയ ടപ്പൂരി എന്തുമാത്രം വലിയൊരു ത്രെറ്റായിരുന്നുള്ള കാര്യം ആൾക്കാർ മറക്കും. ആൾക്കാർ പറയും പിന്നെ മഹാഷേവ് ഒരു ഫെദർ വെയ്റ്റിനെതിരെ പോയി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് ഹയർ വെയ്റ്റ് ക്ലാസ് ഒപ്പണൻസിൻ്റെ പേടിയാണെന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ മഹാഷേവിൻ്റെ ലെഗസിക്ക് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തൊരു ഫൈറ്റാണിത്. ജയിച്ചു കഴിഞ്ഞാലും വലിയൊരു കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരു വിന്നോടുണ്ട്, ഒരു ഇംപ്രസീവ് വിന്നാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഫെദർ വെയ്റ്റ് വിന്നാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയും. മഹാഷേവിൻ്റെ ലെഗസിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് മഹാഷേവിന് ബെറ്റർ കോമ്പറ്റീഷൻ മൊത്തം വെൽറ്റർ വെയ്റ്റിൽ കിടക്കുകയാണ്. ഓക്കെ, മഹാഷേവ് ഒരു നാച്ചുറൽ വെൽറ്റർ വെയ്റ്റ് ആണ്. വേണമെങ്കിൽ മിഡിൽ വെയ്റ്റിൽ വേണമെങ്കിലും പോയി ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളാണ് മഹാഷേവ്. മാത്രമല്ല ഇലിയ ടപ്പൂരിയോട് തോറ്റ് കഴിഞ്ഞാൽ, എസ്പെഷ്യലി കേവങ്ങണായി കഴിഞ്ഞാൽ മഹാഷേവിൻ്റെ കരിയറിൽ അത് വൻ ഇടിവായിരിക്കും. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മിക്ക ലെജൻസും വീഴുന്നത് നമ്മൾ MMA ഫാൾ അല്ലെങ്കിൽ ആ ഒരു ഡൗൺഫോൾ ഇന്നവിറ്റബിളാണ്. അത് രക്ഷപ്പെടണമെങ്കിൽ അതിന് മുമ്പ് ഇപ്പം
ആ ഒരു മനസ്സിലാക്കി നേരത്തെ പോകാന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഡൗൺഫോളിട്ട് പോകുന്നതിന് മുമ്പ് റിട്ടയർ ആവുമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ജോൺ ജോൺസ് അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖബീബ് അതാണ് ചെയ്തത്, കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് റിട്ടയറായി. GSP അതാണ് ചെയ്തത്, അതായത് ആ ഒരു ഫോമൊക്കെ ഔട്ടായി വരുന്നു അല്ലെങ്കിൽ ഇനി കൂടുതൽ പറ്റത്തില്ലെന്ന് ആ ഒരു സമയത്തായപ്പോഴത്തേക്ക് GSP റിട്ടയറായി. അന്നേരം ആ ഒരു രീതിയിൽ റിട്ടയർ ആയാലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനിയും ഈ പറയുന്ന എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചിലപ്പം നല്ല പ്രൈമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും ഡൗൺഫോൾ. നമ്മൾ ഈ ഉസ്മാൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, വോൾക്കോസ്കിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഫാൾ ഇന്നവിറ്റബിൾ ആണ് ഈ ഒരു സ്പോർട്ടിൽ. അതുകൊണ്ട് തന്നെ മഹാഷേവ് ഏറെക്കുറെ ആ ഒരു പ്രായത്തിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം മഹാഷേവ് KO അങ്ങാണോ ആയിക്കഴിഞ്ഞാൽ സെയിം ആ ഒരു ലൈനിലോട്ടായിരിക്കും കയറി പോകുന്നത്. ഇപ്പം ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഡേഴ്സൺ സിൽവയുടെ റെക്കോർഡ് പൊട്ടിക്കാൻ ടൈ ആവാൻ നിൽക്കുന്നു, അന്നേരം ആ ഒരു ഗോൾഡ് ലെവലിലോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് ഓർക്കപ്പുറത്തൊരു ഡൗൺഫോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് അത്യാവശ്യം റിസ്ക്കുള്ള ഫൈറ്റാണ്. ഇപ്പം മഹാഷേവ് വെൽട്ടർ വെയിറ്റിൽ പോയി ചെറിയൊരു ഡിഫീറ്റ് ആണെങ്കിൽ പോലും ആൾക്കാർ കുറേ ഇഗ്നോർ ചെയ്യും, അതായത് ഹയർ വെയിറ്റ് ക്ലാസ് ആണെങ്കിലും പറയും. പക്ഷേ എഗെയിൻ ഒരു ഫെദർ വെയിറ്റോട് വന്ന് തോറ്റ് കഴിഞ്ഞാൽ KO ആയി കഴിഞ്ഞാൽ മഹാഷേവിൻ്റെ കരിയറിൽ ഒരു വലിയൊരു ബ്ലാക്ക് മാർക്കായിരിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. പിന്നെ മഹാഷേവിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വെൽട്ടർ വെയിറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാഷേവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹൈ റിസ്ക് ലോ റിവാർഡ് ഫൈറ്റാണ്. ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ഒന്നും പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എന്നാൽ തോറ്റ് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഡൗൺഫോൾ ആയിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. മാത്രമല്ല ഇലിയട്ട് പോരി ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര ഒരു സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. മാത്രമല്ല ഇലിയട്ട് പോരി വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ ഫെദർ വെയിറ്റിൽ വീണ്ടും നിന്ന് 2 വട്ടമൊക്കെ ഡിഫെൻഡ് ചെയ്തിപ്പം ആരാ ഇനി വരുന്നത്? വോൾക്കനോസ്കി 2 ചിലപ്പം കാണും, ഡിയോഗോ ലോപ്പസ് കാണും, മൗസാർ കാണും. അന്നേരം ഇവരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇലിയട്ടപ്പുരയ്ക്ക് ഒരു നേരത്തെ ഏർലി റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് സ്വന്തം കരിയറിലാക്കിയിട്ട് അതാണ് ഇലിയട്ടപ്പുര എയിം ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പം മഹാഷേവ് ഫൈറ്റ് നല്ലൊരു ഫൈറ്റാണ്. ഒരു പക്ഷേ ഇലിയട്ടപ്പൂര് മഹാഷേവിനോട് തോറ്റ് കഴിഞ്ഞാൽ പോലും ഇലിയട്ടപ്പൂര് 27 വയസ്സേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാഷേവും അർമാൻ സരൂക്കിയാനൊന്ന് ഫൈറ്റ് ചെയ്തില്ലേ? അങ്ങനെ അന്ന് ഇതുപോലെ മഹാഷേവിനെ അർമാൻ സരൂക്കിയൻ ടേക്ക് ഡൗൺ ചെയ്യുക, അങ്ങനെ പല ഒരു സംഭവങ്ങളൊക്കെ നടന്നില്ലേ? പക്ഷെ അത് കഴിഞ്ഞിട്ട് മഹാഷേവ് എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്യും നിങ്ങൾ കണ്ടല്ലേ? അങ്ങനെ അന്ന് മഹാഷേവിന് 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇലിയട്ടപ്പൂരയ്ക്ക് ഇന്ന് 27 വയസ്സേ ഉള്ളൂ. വളരെ യങ്ങാണ്. MMA ഇത് നോക്കുകയാണെങ്കിൽ വളരെ യങ്ങാണ് ഇലിയട്ടപ്പൂര. അന്നേരം ഇപ്പോൾ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതൊരു വേണമെങ്കിൽ ഇയർലി ലോസ് ആണെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അപ്പം തോറ്റത് മഹാഷേവിനോടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു ഹയർ വെയിറ്റ് ക്ലാസ്സിലോട് ആണെന്ന് പറഞ്ഞിട്ട് ഇലിയട്ടപ്പൂരയുടെ കരിയറിൽ അതൊരു ഭീകര ഇടിവൊന്നും വരത്തില്ല. കാര്യം തോറ്റത് മഹാഷേവിനോടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇലിയട്ടപ്പൂരയ്ക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂജ് റിസ്ക് ഉള്ള ഫൈറ്റ് അല്ല. അതുകൊണ്ട് ഇലിയട്ടപ്പൂരയ്ക്ക് ഇത് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ഇലിയട്ടപ്പൂരെ വിടാതെ പറയാൻ നടക്കുന്നത്. മഹാഷേവ് ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത് ഇതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല മഹാഷേവ് പേടിയാണ് അല്ലെങ്കിൽ ഡക്കാണ്, ആ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മഹാഷേവിന് ഇതിൽ നല്ലൊരു റിസ്ക് ഉള്ള പരിപാടിയാണ്, എന്നാൽ ലോ റിട്ടേൺസ് ആണ്. കാരണം മഹാഷേവ് അതുകൊണ്ടാണ് ഹയർ വെയിറ്റ് ക്ലാസ് കോമ്പറ്റീഷന് വേണ്ടി പോകുന്നത്. ഹയർ വെയിറ്റ് ക്ലാസ് കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മഹാഷേവിൻ്റെ കരിയറിൽ ഈ ഒരു ഡയലമേ, അതായത് ഇപ്പം ഇലിയോട് ഫൈറ്റ് ചെയ്യണോ അതോ ഇനി എന്താണെന്നുള്ള രീതിയിൽ നിൽക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം അതാ ഈ നിൽക്കുന്നവരാണ്. അതായത് മഹാഷേവ് എപ്പോഴേ വെൽട്ടർ വെയിറ്റിൽ കയറിയിട്ട് ഫൈറ്റ് ചെയ്തേനെ. ഓക്കെ, മഹാഷേവിൻ്റെ നാഷണൽ വെയിറ്റ് ക്ലാസ് അതാണ്, മഹാഷേവിൻ്റെ ബെറ്റർ കോമ്പറ്റീഷൻ ഉള്ള വെയിറ്റ് ക്ലാസ് അതാണ്. മാത്രമല്ല മഹാഷേവിൻ്റെ ലെഗസിക്ക് ഇപ്പോൾ 2 ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈസിലി ടോപ്പ് 3 ഗോട്ടാവാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞ 2 ഡിവിഷൻ ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങനെ 2 ഡിവിഷൻ കയറാൻ നിൽക്കുമ്പോഴാണ് ഇവൻ അവിടെ കയറി നിൽക്കുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മഹാഷേവ് എപ്പോഴെങ്കിലും 2 ബെൽറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇയാൾ നേരെ ചാടി ഖബീബിൻ്റെ ജിമ്മിൽ പോയിട്ട് ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കയറും. എന്നിട്ട് കൂടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്. അത് ഞങ്ങളെല്ലാം ബ്രദറാന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. മഹാഷേവിൻ്റെ തന്നെ മുമ്പത്തെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്ലിയർലി ബിലാലിനെ ഫൈറ്റ് ചെയ്യുന്നതിൽ മഹാഷേവിന് ഇൻട്രസ്റ്റഡ് ആണ്. മഹാഷേവിന് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ല. മാത്രമല്ല മഹാഷേവിന് ആ ഒരു ലെഗസിയാണ് മഹാഷേവ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ബെൽറ്റ് വേണം, മഹാഷേവിൻ്റെ കരിയറിന് അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ബിലാലിനെ ഫൈറ്റ് ചെയ്യുന്നതിൽ മഹാഷേവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ബിലാൽ ഇതുപോലെ മഹാഷേവിൻ്റെ ബ്രദറാണ്, ഞാൻ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആരും പലരും ഇതുപോലെ ബിലാലിനോട് ചോദിക്കണം മഹാഷേവിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ഇത്ര വലിയ ബ്രദർ ആണെങ്കിൽ ഇവൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മഹാഷേവിന് ഇതുപോലെ 2 ബെൽറ്റ് ആസ്പിറേഷൻ ഉണ്ട്, അതായത് 2 ഡിവിഷൻ ചാമ്പ്യൻ ആവണമെന്നുണ്ട്. അതുകൊണ്ട് ഇവൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, മഹാഷേവ് 2 ബെൽറ്റ് അടിച്ചിട്ട് പൊക്കോട്ടെ. അവൻ ഇത്ര വലിയ ബ്രദർ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവൻ അതാ ചെയ്യേണ്ടത്. അതിന് പകരം ഇയാൾ പറയും ഞാനിവിടെ നിന്ന് ഇറങ്ങത്തില്ല, മഹാഷേവിന് വേണമെങ്കിൽ നേരെ മിഡിൽ വെയിറ്റ് പോയി ഫൈറ്റ് ചെയ്യണം, മഹാഷേവിന് ഭയങ്കര ശക്തിയാണ്, ഭയങ്കര സ്ട്രെങ്താണ്, അതുകൊണ്ട് തന്നെ നേരെ പോയി മിഡിൽ വെയിറ്റ് ഫൈറ്റ് ചെയ്യാം, അതിനുള്ള സ്ട്രെങ്ത് മഹാഷേവിന് ഉണ്ടെന്നേ എന്നുള്ള രീതിയിൽ കുത്തിത്തള്ളി വിടുകയാണ്. I know for the longest time Islam had talked about being a 2-division champ. I assume you guys would never actually fight. Yeah, I would never fight him 100%. But honestly, he could go up to 185 and beat Duplessis right now. I think he's that good, really. I think he could go up there and be that 2-division champ. അതുപോലെ തന്നെ മഹാഷേവ് പറയുകയും ചെയ്തു, അതായത് ബ്രദർ ബിലാൽ അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യുന്നില്ല, വെൽട്ടർ വെയിറ്റ് ഫൈറ്റ് ചെയ്യുന്നില്ല, അതിന് വേറെ മിഡിൽ വെയിറ്റിൽ പോകണം. മിഡിൽ വെയിറ്റിൽ ആരാ ചാമ്പ്യനായിട്ട് നിൽക്കുന്നത്? ഡ്രൈക്കസ് ഡുപ്ലസിസ്. ഡ്രൈക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, മഹാഷേവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ മിഡിൽ വെയിറ്റ് ഒന്നുമില്ല. ഓക്കെ, നാച്ചുറൽ വാക്കറൗണ്ട് വെയിറ്റ് മിഡിൽ വെയിറ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷേ
മിഡിൽ വെയിറ്റ് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുവാ, ഒമര വാക്കറോൺ വെയിറ്റ് ലൈറ്റ് ഹെവി വെയിറ്റിൻ്റെ സൈസാണ്. ഓക്കെ, ഈ ഡുപ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂജ് ഡൂഡാണ്. മാത്രമല്ല അത്രയും ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഈ പറയുന്ന ആൾക്കാർ പ്ലോട്ട് ആർമർ വെച്ച് ജയിക്കുന്നൊക്കെ ചുമ്മാ ഡുപ്ലസി കളിയാക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സ്ട്രെങ്ത് ആണ് ഡുപ്ലസിക്ക്. Yeah, everybody can dream, right? I always say, never cap your dreams and dream big, but he's dreaming real big. I'm very big. ഡുപ്ലസിയുടെ ഒരു ഗ്രാപ്ലിംഗ് മാച്ച് ഉണ്ട്. അതിനകത്തൊരു എൻ്റെ ടീമിനെ ഡുപ്ലസി ഒറ്റയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നൊരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ പോയി കാണണം അത്. കാര്യം ഡുപ്ലസി അത്ര സ്ട്രോങ് ആണ്. അതിന് ഡുപ്ലസി മഹാഷയോടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഹാഷയ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കൂടുതൽ വീഡിയോ ആണ് മഹാഷയനെ മിഡിൽ വെയിറ്റിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലി അബ്ദുൽ അസീസ് ഒക്കെ തള്ളി അത് ലൈറ്റ് ഹെവി വെയിറ്റ് വരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. മഹാഷേവനെ പറഞ്ഞ് അത്രയൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ മഹാഷേവൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ക്ലാസ് വെൽറ്റർ വെയിറ്റ് ആണ്. അതിന് അവിടെ ഈ ബിലാൽ കയറി അടയിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അയാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ മഹാഷേവി എന്നെ അതിനകത്ത് കയറിയനെ മിഡിൽ വെയിറ്റ് ബെൽറ്റ് കിട്ടാനുള്ള രീതിയിൽ പോയേനെ. 2 ഡബിൾ ചാമ്പായിട്ട് ആ ഒരു ലെഗസി സേഫ് ആക്കിയേനെ. ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാഷേവിൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു ഡൗൺഫോൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദി താണ്ട് ഈ നിൽക്കുന്നവനാണ്. ഓക്കെ, എനിക്ക് ഈ മഹാഷേവൻ്റെ ഈ കരിയർ സ്റ്റാഗ്നൻ്റ് ആക്കിയതുകൊണ്ട് തന്നെ ഇയാൾ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കെ, ഈ ബ്രദറാണത്രേ ഇയാൾ ഇത്ര വലിയ ബ്രദർഹുഡൊക്കെ ഉണ്ടെങ്കിൽ അയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. മഹാഷേവിൻ്റെ അംബീഷൻ അതാണെങ്കിൽ അയാൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കണം. അതിന് പകരം ഇവൻ എന്താ പറയുന്നത്, മഹാഷേവ് ഈ വെയിറ്റ് ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകണമെന്ന്. അതിന് എന്തിനു ബ്രദറായി ബിലാൽ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ കോർണറിൻ്റെ കൂട്ടർ എനിമി ഉണ്ടായാലും കുഴപ്പമില്ല, ബിലാലിൻ്റെ കൂട്ടർ ഫ്രണ്ട് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെയാണ് അതിന് പറഞ്ഞത് എവിടം വരെ പോയുണ്ടോ. എന്തായാലും ഇലിയ ടൊപ്പുരിയ വേഴ്സസ് മഹാഷേവിൻ്റെ കാര്യം ഇതൊക്കെയാണ്. അന്നേരം ഫൈറ്റ് ഏറെക്കുറെ ഒരു 50-50 ആണ്. ഗ്രൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ മഹാഷേവ് ജയിക്കും. എണ്ണീറ്റ് നിന്ന് ഫൈറ്റ് ആണെങ്കിൽ കൂടുതൽ ചാൻസ് ടൊപ്പുരിയക്കാണ്. എനിക്ക് ഈ ഫൈറ്റ് നടക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ല. ബട്ട് ഡാന ഇതുപോലെ പറഞ്ഞു എന്തോ ഇതുപോലെ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ. എന്തായാലും നോക്കാം എന്തൊക്കെ നടക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ആര് ജയിക്കുന്നതാണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഇസ്ലാമിൻ്റെ ഫൈറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇസ്ലാമിൻ്റെ സ്കിൽ സെറ്റ് എല്ലാം നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെ ഒരുപാട് പേരും ഇലിയയ്ക്ക് ഇസ്ലാമിനെതിരെ യാതൊരു ചാൻസും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇലിയയുടെ സ്കിൽ സെറ്റ് കുറേയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്തത്. എന്തായാലും നോക്കാം, ഫൈറ്റ് നടക്കാതിരിക്കട്ടെ. മഹാഷേവ് ഈ ബിലാലിൽ നിന്ന് നോക്കാതെ വെൽറ്റർ വെയിറ്റിൽ പോയി ഫൈറ്റ് ചെയ്ത് 2ാമത്തെ ബെൽറ്റ് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. എന്തായാലും പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ വെൽറ്റർ വെയിറ്റ് സ്കിപ്പ് ചെയ്ത് മിഡിൽ വെയിറ്റിൽ പോവുകയാണെങ്കിൽ ഇസ്ലാം ആരോടൊക്കെ ആയിരിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വരിക? DDPയുടെ കാര്യം വിട്. ഇപ്പം മഹാഷേവ് എന്തായാലും ഒറ്റയടിക്ക് ചാടി അങ്ങ് പോകട്ടെ, കുറച്ച് സമയം എടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രോബബ്ലി ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് ഖംസത്തായിരിക്കും. ഖംസത്ത് വേഴ്സസ് ഇസ്ലാം മഹാഷേവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ഖംസത്തും അർമാനും കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ, അതായത് ഒരു ഗ്രാപ്ലിംഗ് മാച്ച് കിടപ്പുണ്ട്, അത് ക്ലിയർലി ഖംസത്തിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അത്ര സ്ട്രോങ് ആണ് ഖംസത്ത്. ഓക്കെ, ഖംസത്ത് കുറേയൊക്കെ വിട്ടു കൊടുത്തിട്ടാണ് അർമാൻ സബ്മിറ്റ് ചെയ്യപ്പെടാതിരുന്നത്. അതിന് ആ ഒരു ഖംസത്തോട്ട് ഇസ്ലാം മഹാഷേവ് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? എന്ത് ബോധമുണ്ട് ഈ ബിലാലിന്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൊക്കെ കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കും തോന്നുന്നു, ആര് ജയിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, എങ്ങനെ ജയിക്കും തോന്നുന്നു, ഇതൊക്കെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബിലാലിനെ കുറിച്ച് പ്രത്യേകം പരാമർശം വല്ലതും ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.